എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാനിന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരു കൊഞ്ച് റോസ്റ്റ് വെക്കുന്നത് എങ്ങനെ. കൊഞ്ച് റോസ്റ്റ് അല്ല, കൊഞ്ച് റോയലാണ് കേട്ടോ. അതെന്തുകൊണ്ടാണ് റോയൽ എന്ന് പറഞ്ഞതെന്നൊക്കെ ഞാൻ പറയാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എനിക്കൊരു പുതിയ വട്ടപ്പേര് വീണു കൂട്ടുകാരെ. എന്താണെന്ന് പറയട്ടെ? ഹാപ്പി എന്നാണ് ഇപ്പോൾ എൻ്റെ വട്ടപ്പേര്. കഴിഞ്ഞ ദിവസം എനിക്കൊരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചു, ഹലോ ഹാപ്പി, സുഖമല്ലേ, വീഡിയോസൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി ഒന്ന് അന്തം വിട്ടു കേട്ടോ, ഇതെന്താ ഹാപ്പി എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത് എൻ്റെ വട്ടപ്പേരാണ് ഹാപ്പി എന്ന്. കാരണം ഞാൻ എല്ലാ വീഡിയോസിനകത്തും ഇതേപോലെ ഹാപ്പി ആയിട്ടിരിക്കണേ, ഹാപ്പി ആയിട്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുമെന്ന്. ആക്ച്വലി ഞാനത് പറഞ്ഞപ്പോൾ ശരിയാണെന്ന് എനിക്കും തോന്നി കേട്ടോ. പിന്നെ നമ്മൾ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ആൾക്കാർക്ക് എന്തിനാണ് വെറുതെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുന്നത്, നമ്മൾ മിസ്റ്റർ ദുരന്തൻ എന്നൊക്കെ പറയുന്നത് പോലെ. അപ്പോൾ അതിനേക്കാളും നല്ലത് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും പറയുന്നതല്ലേ. അതുകൊണ്ടാണ് കേട്ടോ ഹാപ്പി ആയിട്ടിരിക്കണമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് ആ വട്ടപ്പേര് ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തായാലും ഒന്നോർത്തപ്പോൾ സമാധാനമായി. പണ്ട് രാജമ്മേന്നും രായപ്പാന്നും ഒക്കെ ആയിരുന്നു വട്ടപ്പേര്. ഇപ്പോൾ എന്തായാലും അതിൽ നിന്നൊരു പുരോഗമനമുണ്ട്. ഒരു ഹൈടെക് പേര് കിട്ടിയതുപോലെയാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. ബൈ ദ വേ, അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് കൊഞ്ച് റോസ്റ്റാണ്, അല്ലെങ്കിൽ പ്രോൺസ് റോസ്റ്റ് അല്ല, വീണ്ടും തെറ്റി, റോയൽ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഈ റോയൽ എന്നുള്ള പേരിട്ടെന്ന് ചോദിച്ചിരുന്നാൽ, ആക്ച്വലി റോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, തീയലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കിയുള്ളത് ഞാൻ ആ പേരങ്ങ് കൂട്ടിച്ചേർത്തു. റോസ്റ്റിൻ്റെ റോയും തീയലിൻ്റെ യാലും കൂടെ ചേർത്ത് ഞാൻ അതങ്ങ് പ്രോൺസ് റോയലാക്കി, അല്ലെങ്കിൽ കൊഞ്ച് റോയലാക്കി. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ആദ്യമേ നിങ്ങൾ കണ്ട പോലെ തന്നെ ഞാൻ സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചു. പിന്നെ ഞാൻ നമ്മുടെ ചെമ്മീൻ ക്ലീൻ ആക്കി വെച്ചു. എന്നിട്ട് ഞാനിത് കറിച്ചട്ടിയിലാണ് കേട്ടോ വെച്ചത്. കറിച്ചട്ടിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് കുറച്ച് എണ്ണയും കടുകും സവാളയും ഒക്കെ ഇട്ട് ആദ്യം നല്ലോണം, ഇതിങ്ങനെ സ്പീഡിൽ കാണുന്നുണ്ടെങ്കിൽ അത്ര സ്പീഡിനല്ല, തീ കുറച്ചാണ് അത് നല്ല ബ്രൗണിഷ് കളറിലായി വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് വീഡിയോയിൽ ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാനങ്ങനെ ഈ സ്പീഡ് കൂട്ടി കാണിക്കുന്നത്. ആക്ച്വലി തീ കുറച്ചിട്ടാണ്, അത് കുറച്ച് സമയമെടുത്ത് പയ്യെ തീ കുറച്ചാണ് അത് റെഡിയായി വരേണ്ടത് കേട്ടോ. അപ്പം എന്നിട്ട് നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചട്ടിയുടെ ഒരു അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകാരണം ഇടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എനിക്ക് കോമൻറ്റായിട്ടൊക്കെ ഇടണം കേട്ടോ. പിന്നെ ചില ആൾക്കാർ പേഴ്സണലായിട്ടൊക്കെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാറുണ്ട്. പിന്നെ എന്നെ റനായ എന്ന് വിളിച്ചുകൊണ്ടൊക്കെ ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് കൊള്ളാം കേട്ടോ, എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് ജേർണി. പിന്നെ നമ്മൾ കൊഞ്ച് കറിക്കകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പം ഒരു പ്രത്യേക മണം വരും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്നൊന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ആ ഉള്ളിയിൽ അങ്ങോട്ട് ചേർന്നങ്ങോ മിക്സ് ആകുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതെ, മിക്സ് ചെയ്ത് ഈ ഒരു പരുവമൊക്കെ ആകുമ്പോഴേക്കും ഇപ്പോൾ ഒരു നല്ലൊരു മണം വന്നു തുടങ്ങും കേട്ടോ. ആ ഒരു മണം വരുമ്പോൾ നമുക്കറിയാം തക്കാളി ഇട്ട് കൊടുക്കാൻ സമയമായി എന്നുള്ളത് കേട്ടോ. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ മണമാണ് അതിൻ്റെ സൈൻ എന്ന് പറയുന്നത്. അതെനിക്ക് അമ്മ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും പച്ചമുളകും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് അതിനെ ഒന്ന് തക്കാളിയുടെ ആ ഒരു പച്ച സ്റ്റൈലൊക്കെ ഒന്ന് മാറി അത് നല്ല വഴണ്ട് വരുന്നത് വരെ മാക്സിമം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ തീ കുറച്ച് വെച്ചേക്കുക കേട്ടോ. ഇതിപ്പോൾ എനിക്കൊന്ന് ഈ കറിച്ചട്ടിയിലായതുകൊണ്ടാണ് ഇതിനകത്ത് ഇങ്ങനെ ഈ പുക പോലെ വരുന്നത്. ആക്ച്വലി ഞാൻ തീ കുറച്ച് വെച്ചേക്കുകയാണ് കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റായി പോവും. അപ്പോൾ അതെല്ലാം തീ കുറച്ച് വെച്ചേക്കുക, അതാണ് എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ കൂട്ടുകാരെ, എനിക്ക് ഒത്തിരിയും എൻക്വയറീസൊക്കെ ഇപ്പോൾ റീസെൻ്റായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ടീച്ചിങ്ങിനെ ബേസ് ചെയ്തുള്ളൊരു എൻക്വയറി എനിക്ക് കുറേ വന്നു കേട്ടോ. ഒരു 7-8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ നോക്കട്ടെ, ഈ വീക്കെൻഡിലൊരു ലോങ് വീഡിയോ ആക്കി ഇടാനായിട്ട് ഞാൻ നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ വിഷു ഒക്കെ എവിടം വരെ ആവുന്നു, വിഷുവിൻ്റെ ആഘോഷങ്ങളൊക്കെ എന്താവുന്നു എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് പറയാം. ഓക്കെ. അപ്പോൾ പിന്നെ നമ്മൾ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും, തക്കാളിയൊക്കെ വഴണ്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ഒരു 2-2.5 സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതലിടും കേട്ടോ. എനിക്ക് ഇച്ചിരി സ്പൈസി ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പരുവം എന്താണോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതും കൂടെ വെച്ച് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യമേ കുറച്ച് പിഴിപുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി എനിക്ക് തക്കാളിയുടെ പുളി കൂടാതെ അല്ലാതെ കുറച്ച് പുളിയും കൂടി ഇടുന്നതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം ഞാൻ ആദ്യമേ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. കാരണം ഓൾറെഡി തക്കാളി ഇട്ടിട്ടുള്ളത് കൊണ്ട് കുറച്ച് പുളി കാണും. എനിക്ക് പക്ഷേ കുറച്ചും കൂടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ അതിന് കുറച്ച് പുളിവെള്ളം കൂടി ഒഴിക്കും. അപ്പം ഈ കൊഞ്ച് നമ്മുടെ റോയലിന് ഒരുപാട് വെള്ളം അങ്ങോട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം കൊഞ്ചിൽ നിന്ന് തന്നെ ഇങ്ങോട്ട് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ അതന്നെ നമ്മൾ ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ വെള്ളത്തിന് പകരം കുറച്ച് പുളിയാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ നമ്മുടെ ക്ലീനാക്കി വെച്ചേക്കുന്ന പ്രോൺസ് നന്നായിട്ട് അങ്ങോട്ട് നിരത്തി വെച്ച് കൊടുക്കുക. പക്ഷെ ഒരു കാര്യം പറയട്ടെ കൂട്ടുകാരെ, എന്തോ ഒരു ടേസ്റ്റാണെന്നറിയോ കേട്ടോ. അന്യായ ടേസ്റ്റാണ് ഈ കൊഞ്ച് കറിക്കും കൊഞ്ച് ഫ്രൈക്കും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാൻ ആക്ച്വലി ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് പ്രോൺസ് ഫ്രൈയും കൂടി ചെയ്യാൻ തോന്നി കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ കറിക്ക് വെച്ചിരുന്ന ഫുള്ള് ഞാനെടുത്ത് ഇട്ടില്ല, ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചു. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പിന്നെ ശകലം വെള്ളമാണെങ്കിൽ ആവശ്യത്തിന് നിങ്ങൾക്ക് ഏതൊരു കൺസിസ്റ്റൻസിയിൽ വേണോ അതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിപ്പോൾ നിങ്ങളെ കാണുന്നത് വേറൊന്നുമല്ല, ആ കറിച്ചട്ടിയുടെ സൈഡൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കുന്നതാണ്. എനിക്കിങ്ങനെ ഈ അരുകത്ത് കറി പറ്റിയിരിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ ഇനി എന്നിട്ട് നമ്മൾ അതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. ചെറു തീയിൽ ഒരു 10 മിനിറ്റ്സൊക്കെ മതി, 15 ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ്സ് മതി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പെട്ടെന്നൊരാഗ്രഹം ഇച്ചിരി കൊഞ്ച് ഫ്രൈ ചെയ്താലോ എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കൊഞ്ച് ഫ്രൈക്കുള്ള മസാലയും കൂടെ പുരട്ടാമെന്ന് വിചാരിച്ചു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ നേരത്തെ അരച്ച് വെച്ച കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ വേണ്ടേ നന്നായിട്ട് കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം അവിടെ ഒരു 10 മിനിറ്റ് ഞാൻ വെച്ചിരുന്നു, ആ മസാലയൊക്കെ ഒന്ന് മിക്സായിട്ട് വരാനും ഒന്ന് പിടിക്കാനും ഒക്കെ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ കൊഞ്ച് റോയൽ ഇവിടെ റെഡിയായിരിക്കുകയാണ്. കണ്ടോ, കൊഞ്ചിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഗ്രേവിക്ക് ഗ്രേവിയുമായി, കൊഞ്ചിന് കൊഞ്ചുമായി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വേ ഓഫ് കൊഞ്ച് റോയൽ. തീയലാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, റോസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ വെച്ചതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ട്രൈ ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ട്. കൊഞ്ചായതുകൊണ്ട് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാം, എങ്ങനെ വെച്ചാലും കൊഞ്ചിന് ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് നേരത്തെ വെച്ചിരുന്ന ആ ഒരു കൊഞ്ച് ഫ്രൈ ചെയ്യാൻ വെച്ചിരുന്നത് എടുത്ത് ഞാൻ പടപടേന്നിട്ടു. അപ്പോഴേക്കൊക്കെ വിശന്നു തുടങ്ങി കേട്ടോ. അതാണ് പിന്നെ വളരെ ഫാസ്റ്റാക്കി കൊഞ്ചൊക്കെ ഫ്രൈ ചെയ്തെടുത്തു. ആഹാ, എന്ത് നല്ല അന്തസ്സായിട്ട് നിന്ന് മുരിഞ്ഞ് വരികയാണ്. പിന്നെ അതേ ഞാൻ എല്ലാം ഉണ്ടാക്കിയ ഡിഷസ് എല്ലാം, കുറച്ച് കൊഞ്ച് റോസ്റ്റും കുറച്ച് തോരനും കൊഞ്ച് ഫ്രൈയും മോരും കുറച്ച് മാങ്ങാച്ചാറും അതെല്ലാം കൂടി കൂട്ടി നല്ല അന്തസ് എന്നൊക്കെ പറയുമല്ലോ, നല്ല അന്തസ്സായിട്ട് ടി വിയും കണ്ടുകൊണ്ടിരുന്ന ആ ഒരു ലഞ്ചങ്ങ് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ കൊഞ്ച് റോയലിൻ്റെ റെസിപ്പി. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.